നമഃ ശിവായ. ആഗമപ്പൊരുളായി മധു തൂകിനിൽ തോണ്ടി வாழ்க. ഏകൻ അനേകനാകും, ഏകൻ അനേകനാകും, ഈശന്റെ പാദം வாழ்க. വേഗമകറ്റിയെന്നയാകുന്നോരജന്റെ കാലടി വാണിടുക. നമഃ ശിവായ வாழ்க. നാഥന്റെ പാദം வாழ்க. ജന്മദുഃഖങ്ങൾ തീർക്കും പുഞ്ചകനുടെ വീരക്കടൽ വാണിടുക. പുറംതിരിഞ്ഞോർക്കെന്നും ദൂരസ്ഥനായി നീവും പരന്റെ മലരൊത്ത പാദങ്ങൾ വാണിടുക. മലരൊത്ത പാദങ്ങൾ വാണിടുക. പാദങ്ങൾ വാണിടുക. നമഃ ശിവായ வாழ்க. നാഥന്റെ പാദം வாழ்க வாழ்க. ഏകനായിട്ടുള്ള ഭഗവാൻ, അനേകനായിട്ടുള്ള ഭഗവാൻ, അങ്ങനെയുള്ള ഭഗവാന്റെ പാദം വാഴുക. ഏകനെന്നിരുന്നാലും ലോകരിച്ഛിക്കും പോലെ അനേകമായി പിരിഞ്ഞു നിൽക്കുന്നവൻ്റെ പാദം വാഴുക. അങ്ങ് ഏകനാണ്, പക്ഷേ ലോകരിച്ഛിക്കുന്നു, ജനങ്ങൾ ആഗ്രഹിക്കുന്നു പലതായി അങ്ങയെ പാടിപ്പുകഴ്ത്തണമെന്ന്. അങ്ങനെ ജനങ്ങളുടെ ഇച്ഛയാൽ പലതായി പിരിഞ്ഞു നിൽക്കുന്ന ഭഗവാന്റെ പാദം വാഴുക. ആവോളം ഭയം തീർക്കും സദ്ഗുരുനാഥൻ വാഴുക. എല്ലാവരുടെയും ഭയത്തെ ഇല്ലാതാക്കുന്ന അല്ലയോ ഭഗവാൻ, അങ്ങയുടെ പാദം വാഴുക. ഏകനെന്നിരുന്നാലും ലോകരിച്ഛിക്കുമ്പോൾ അനേകമായി പിരിഞ്ഞു നിൽക്കുന്നവരുടെ പാദം വാഴുക. ചിത്തചാഞ്ചല്യം മാറ്റും മന്നവൻ്റെ പാദം വാഴുക. എല്ലാവരുടെയും ചിത്തത്തെ ശാന്തമാക്കുന്ന, എല്ലാവരുടെയും മനസ്സിനെയും അങ്ങേറ്റം ശാന്തിഭൂമിയാക്കി മാറ്റുന്ന അല്ലയോ ഭഗവാൻ, അങ്ങയുടെ പാദം വാഴുക. ജന്മം മേലില്ലാതാകും സംഹാരരുദ്രൻ വാഴുക. ജന്മത്തെ അറുക്കുന്ന അല്ലയോ സംഹാരരുദ്രനായ ഭഗവാൻ, അങ്ങ് വാഴുക. അപ്പോൾ ഇവിടെ ആഗമപ്പൊരുളായ ശിവനെയാണ് ഇവിടെ മാണിക്യവാചകർ സ്വാമി വിവരിക്കുന്നത്. എന്താണ് ആഗമം എന്ന് നമുക്ക് നോക്കാം. വളരെ പ്രധാനപ്പെട്ട 9 ആഗമങ്ങളുടെ സാരസംഗ്രഹം നാം തിരുമൂലദേവൻ്റെ തിരുമന്ത്രത്തിൽ പഠിക്കേണ്ടായി. മകുടാഗമം വരെയുള്ള 9 ആഗമങ്ങളുടെ സാരസംഗ്രഹം നാം തിരുമന്ത്രത്തിൽ കാണുകയുണ്ടായി. ഇവിടെ അനേകം ആഗമങ്ങളുടെ പൊരുൾ മുഴുവനും അങ്ങാണ്. എല്ലാ ആഗമങ്ങളും അങ്ങയുടെ പൊരുളിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. എന്താണ് നമുക്ക് ആഗമം എന്ന് പരിശോധിക്കാം. വേദങ്ങളെ മുഴുവനായി നിഗമമെന്നും അനുഷ്ഠാനപ്രധാനങ്ങളായ തന്ത്രശാസ്ത്രത്തെ ആഗമമെന്നും പറയപ്പെടുന്നു. അപ്പോൾ അനുഷ്ഠാനപ്രധാനമായ തന്ത്രശാസ്ത്രങ്ങളെയാണ് ആഗമം എന്ന് പറയുന്നത്. മന്ത്രം, ബ്രാഹ്മണം, ആരണ്യകം, ഉപനിഷത്തുക്കൾ മുതലായവയിൽ പ്രകീർത്തിക്കപ്പെടുന്ന ധർമ്മങ്ങൾ
അനുഷ്ഠിക്കുന്നതിനുള്ള വിധികൾ അടങ്ങിയ ഗ്രന്ഥങ്ങളാണ് ആഗമങ്ങൾ. ഇവയെ ശ്രുതിശാഖാവിശേഷം എന്നും വിളിക്കപ്പെടുന്നുണ്ട്. ഹിന്ദുമതാചാരങ്ങൾ വൈദികമെന്നും ആഗമികമെന്നും തരംതിരിച്ചിരിക്കുന്നു. വേദസംബന്ധമായതിനാൽ നിഗമത്തെ ശ്രൗതമെന്നും സ്മൃതി സംബന്ധമാകയാൽ ആഗമത്തെ സ്മാർത്തം എന്നും വിളിക്കുന്നു. ആഗമപദത്തിന് അർത്ഥം വന്നു ചേർന്നത് എന്നാണ്. പാരമ്പര്യമായി വന്നു ചേർന്നത് എന്നാവാം ഇതിൻ്റെ അർത്ഥം. ശിവൻ്റെ മുഖത്തുനിന്ന് ആഗമിച്ചതിനാൽ ആഗമം എന്ന് വിളിക്കപ്പെടുന്നു എന്നും അർത്ഥം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശിവൻ്റെ മുഖത്തു നിന്ന് ആഗമിച്ചതുകൊണ്ടാണ് ഇതിന് ആഗമം എന്ന് പേര് വരാൻ കാരണം. കലിയുഗത്തിൽ ശുദ്ധാശുദ്ധ വിചാരങ്ങൾ നഷ്ടപ്പെട്ട് അങ്ങനെയുള്ള മനുഷ്യരെ ഉദ്ധരിക്കുവാൻ ശിവൻ പാർവതിക്ക് ഉപദേശിച്ചതാണ് ആഗമങ്ങളെന്ന് മഹാനിർവാണ തന്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. വൈദികവും ആഗമികവുമായ പൂജാസമ്പ്രദായത്തിൽ പ്രകടമായ ഭേദങ്ങളുണ്ട്. ജലം, ഹോമം, തർപ്പണം എന്ന 3 വിധത്തിലാണ് ആഗമപൂജ. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം തുടങ്ങിയ യോഗാംഗങ്ങളെ അനുവർത്തിക്കുന്നതാണ് ആഗമമന്ത്രങ്ങൾ. ഹ്രീം, ക്ലീം മുതലായ ബീജാക്ഷരങ്ങളാണ് ഇതിലുള്ളത്. വേദപ്രാമാണ്യം അംഗീകരിക്കുന്ന വൈദികാഗമങ്ങളെയും അല്ലാത്ത അവൈദികാഗമങ്ങളെയും പറ്റി പ്രസ്താവമുണ്ട്. ഉപാസ്യ ദേവതാഭേദമനുസരിച്ച് ശൈവം, വൈഷ്ണവം, ശാക്തം, സൗരം, ഗാണപത്യം എന്നിങ്ങനെ ആഗമങ്ങൾ പലതുണ്ട്. വൈഷ്ണവം സാത്വികാഗമവും ശാക്തം രാജസാഗമവും ശൈവം താമസാഗമവും എന്നീ ഗുണങ്ങളെ അടിസ്ഥാനമാക്കി നിർവചിക്കപ്പെടുന്നു. വൈഷ്ണവാഗമം വിഷ്ണുവിനും ശൈവം ശിവനും ശാക്തേയം ശക്തിക്കും പ്രാധാന്യം കൽപ്പിക്കുന്നു. ഇതാണ് ആഗമങ്ങളെക്കുറിച്ചുള്ള ഒരു സംക്ഷിപ്ത ചരിത്രം. ഈ ആഗമങ്ങളിലെല്ലാം, അതായത് വൈഷ്ണവ ആഗമത്തിലും ശൈവ ആഗമത്തിലും ശാക്തേയ ആഗമത്തിലും നിറഞ്ഞു നിൽക്കുന്നത് പരബ്രഹ്മമായ ശിവൻ തന്നെയാണ്. ഏകനായ പരബ്രഹ്മമായ ശിവൻ തന്നെയാണ്. ശിവനും ശക്തിയും വിഷ്ണുവും എല്ലാം തന്നെ ഒന്നായി ഏകനായി മാറുന്ന കാഴ്ചയാണ് ആഗമപ്പൊരുളിൽ നാം കാണുന്നത്. അങ്ങനെയുള്ള ആഗമപ്പൊരുളായ രുദ്രഭഗവാനായിക്കൊണ്ട് നമസ്കാരം. ആ മഹാഭഗവാന്റെ പാദങ്ങളെ ഞാനിതാ വണങ്ങുന്നു, ഞാനിതാ വാഴ്ത്തിപ്പാടുന്നു എന്നാണ് ഇവിടെ മാണിക്യവാചകർ പറയുന്നത്. അപ്പോൾ ആഗമപ്പൊരുളായ ഭഗവാന്റെ പാദങ്ങൾ വാഴുക. അതെങ്ങനെ? തൂമധു തൂകി നിൽപ്പോൻ. തൂമധു ഇവിടെ സ്നേഹമാണ്. ശിവൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് തന്നെ പ്രേമമാണ്, പ്രിയമാണ്. അങ്ങനെ പ്രിയമാകുന്ന തൂമധു തൂകി നിൽക്കുന്നവൻ്റെ പാദത്തെ ഞാൻ ചേവടിയെ ഞാൻ വണങ്ങുന്നു. ഇനി നോക്കൂ, ഏകൻ അനേകനാകും ഈശൻ്റെ പാദം വാഴുക. ഏകനും അതേപോലെ തന്നെ അനേകനുമായിട്ടുള്ള ശിവൻ്റെ പാദം വാഴുക. വളരെ നിഗൂഢമായ ആഗമ സത്യമാണ്. ഏകനും അനേകനുമായ ശിവൻ്റെ പാദങ്ങളെ ഞാനിതാ വണങ്ങുന്നു. അപ്പോൾ ഏകൻ, ഏകമേവം അദ്വിതീയം, ഏകനായിട്ടുള്ള ഭഗവാൻ ജനങ്ങളുടെ താല്പര്യത്തിന് വേണ്ടി അനേകമായി അനേകം ശിവന്മാരെ അനേകം രൂപങ്ങൾ ധരിച്ച് ഈ പ്രപഞ്ചത്തിൽ
പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന ദേവൻ. അപ്പോൾ ഏകനും അനേകനുമായിട്ടുള്ള ആ ശിവൻ്റെ പാദങ്ങൾ ഞാനിതാ വാഴ്ത്തുന്നു. ഇത് കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ അഥർവ ശിരോപനിഷത്ത് എന്ന് പറഞ്ഞ ഒരു ഉപനിഷത്തുണ്ട്. ആ ഉപനിഷത്തിൽ ദേവന്മാർ രുദ്രലോകത്തിലെത്തി ഭഗവാൻ രുദ്രനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അങ്ങ് ആരാണ്? ദേവന്മാർ ചോദിച്ച ഒരു മഹാചോദ്യമാണ്, സ്ഥായിയായ ചോദ്യമാണ്. അങ്ങ് ആരാണെന്ന് രുദ്രനോട് ചോദിക്കുന്നു. അതിന് രുദ്രൻ മറുപടി പറയണം, ഞാൻ ഏകനാണ്. അദ്ദേഹം ആദ്യം പറഞ്ഞ മറുപടി അങ്ങ് ആരാണെന്നുള്ളതിന് ഞാൻ ഏകനാണ്. ഞാൻ ഭൂതഭാവി വർത്തമാന കാലങ്ങളിലുമുണ്ട്. ഞാനല്ലാതെ ഒരിടത്തും ഒന്നുമില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നതും സർവ്വദിക്കിലും വ്യാപിച്ചിരിക്കുന്നതും ഞാൻ തന്നെ. നിത്യവും അനിത്യവും വ്യക്തവും അവ്യക്തവും ഞാൻ തന്നെ. ബ്രഹ്മാവും അബ്രഹ്മവും ഞാൻ തന്നെ. കിഴക്ക് പടിഞ്ഞാറ് വടക്ക് തെക്ക് മുകൾ ഭാഗം താഴെ ഭാഗം ഈ ദിക്കുകളും ഞാൻ തന്നെ. പുരുഷൻ പുരുഷനല്ലാത്തത് സ്ത്രീ എല്ലാം ഞാൻ തന്നെയാണ്. ഗായത്രി സാവിത്രി അനുഷ്ടുപ്പ് ജഗതി തൃഷ്ടാവ് തുടങ്ങിയ ഛന്ദസ്സുകളും ഗാർഹ പത്യാഗ്നി ദക്ഷിണാഗ്നി ആഹവനീയാഗ്നി ഇവയും സത്യം പശു ഗൗരീരൂപം ഋക്ക് യജുസ് സാമം അഥർവം എന്നീ വേദങ്ങൾ ഇവയെല്ലാം ഞാനാകുന്നു. അങ്കിരസ് ജ്യേഷ്ഠൻ ശ്രേഷ്ഠൻ വസിഷ്ഠൻ ജലം തേജസ് ശൃംഭ്യൻ അരുണ്യൻ അക്ഷരം ക്ഷരം പുഷ്കരം പവിത്രം അഗ്രം മധ്യം ബാഹ്യം പുരോഭാഗം ജ്യോതിരൂപം സർവവും ഞാനാകുന്നു. ഞാൻ സർവവ്യാപിയാണ്. എന്നെ അറിയുന്നവൻ സർവദേവന്മാരെയും വേദങ്ങളെയും വേദാന്തങ്ങളെയും അറിയുന്നു. ഞാൻ ബ്രാഹ്മണനെ കൊണ്ടും മൃഗത്തെ കൊണ്ടും ഹവിസിനെ ഹവിസ് കൊണ്ടും ആയുഷ്യത്തെ ആയുഷ്യം കൊണ്ടും സത്യത്തെ സത്യം കൊണ്ടും ധർമ്മത്തെ ധർമ്മം കൊണ്ടും തൃപ്തിപ്പെടുത്തുന്നു. ദേവന്മാർ ശങ്കാകുലരായി അദ്ദേഹത്തെ നോക്കി ധ്യാനിച്ചു. അതിനുശേഷം ഉയർത്തിയ കൈകളോടെ അവർ ആ ഭഗവാനെ സ്തുതിക്കണം. രുദ്രനായ യാതൊരു ഭഗവാനായ അങ്ങ് ബ്രഹ്മാവാണ്. അങ്ങനെയുള്ള അങ്ങയ്ക്ക് നമസ്കാരം. അങ്ങ് വിഷ്ണു രൂപനാണ്. അങ്ങയ്ക്ക് നമസ്കാരം. അങ്ങ് സ്കന്ദരൂപനാണ്, ഇന്ദ്രരൂപനാണ്, അഗ്നിരൂപനാണ്, വായുരൂപനാണ്, സൂര്യരൂപനാണ്, സോമരൂപനാണ്, അഷ്ടഗ്രഹരൂപനാണ്, പ്രതിഗ്രഹരൂപനാണ്, ഭൂരൂപനും ഭൂവർരൂപനും സ്വരൂപനും മഹരൂപനും പൃഥ്വീരൂപനും അന്തരീക്ഷരൂപനും ദ്രൗരൂപനും ജലരൂപനും തേജോരൂപനും കാലരൂപനും യമരൂപനും മൃത്യുരൂപനും അമൃതരൂപനും ആകാശരൂപനും വിശ്വരൂപനും അങ്ങാകുന്നു. സ്ഥൂലരൂപനും സൂക്ഷ്മരൂപനും കൃഷ്ണരൂപനും അങ്ങാകുന്നു. ശുക്ലരൂപനും സത്യസ്വരൂപനും സർവരൂപനും അങ്ങാണ്. അങ്ങനെയുള്ള അങ്ങയ്ക്ക് നമസ്കാരം. കണ്ടോ? അപ്പോൾ ഏകനായിട്ടുള്ള ബ്രഹ്മം, ആ ഏകനായിട്ടുള്ള ശിവബ്രഹ്മം ഇപ്പോൾ അനേകമായി മാറിയിരിക്കുകയാണ്. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ, പിന്നെ അതേപോലെ തന്നെ വായുരൂപൻ സൂര്യരൂപൻ സോമരൂപൻ
അർക്കഗ്രഹരൂപൻ, പ്രതിഗ്രഹരൂപൻ, ഭൂരൂപൻ, ഭുവരൂപൻ, സ്വരൂപൻ, മഹരൂപൻ, അങ്ങനെ അനേകം രൂപങ്ങളിൽ ഇതാ അങ്ങയെ കാണപ്പെടുന്നു. അങ്ങനെയുള്ള അനേകനായ അങ്ങയുടെ പാദങ്ങളെ ഞാനിതാ നമസ്കരിക്കുന്നു. അപ്പോൾ അഥർവ ശിരോപനിഷത്തിൽ ഏകനും അനേകനുമായ ശിവനെ സ്തുതിക്കുന്ന ഒരു ഉപനിഷത്താണ് അഥർവ ശിരോപനിഷത്ത്. ഈ അഥർവ ശിരോപനിഷത്തിലൂടെ ഏകനും അനേകനുമായ ശിവൻ്റെ പാദങ്ങളെ പ്രകീർത്തിക്കുന്ന ദേവന്മാരെയാണ് നാം കാണുന്നത്. ഇനി നോക്കൂ, ഏകൻ അനേകനാകും ഈശൻ്റെ പാദം വാഴുക. അങ്ങനെയുള്ള ഏകനായ ഭഗവാൻ, അനേക രൂപം ധരിച്ചുള്ള ഭഗവാൻ, ജനങ്ങളുടെ ഇച്ഛയ്ക്ക് വേണ്ടി അനേക രൂപം ധരിച്ചുള്ള ഭഗവാൻ, അങ്ങനെയുള്ള ഭഗവാന്റെ പാദത്തെ ഞാനിതാ നമിക്കുന്നു. നോക്കൂ, ആഗമപ്പൊരുളായി തൂമതു തൂകി നിൽപ്പോൻ ചേവടി വാണിയിടുക ഏകൻ അനേകനാകും ഈശൻ്റെ പാദം വാഴുക. അപ്പോൾ എല്ലാം ഏകനായ ശിവൻ്റെ പാദങ്ങളെ ഞാനിതാ കൂപ്പുന്നു. എല്ലാം ശിവൻ്റെ പാദങ്ങളാണ്. എല്ലാം അനേക സ്വരൂപങ്ങളായ അനേകം ദേവന്മാരുടെയും ദേവതകളുടെയും പാദങ്ങളെല്ലാം ഞാനിതാ നമസ്കരിക്കുന്നു. അപ്പോൾ ഇവിടെ ഏകമത വിശ്വാസിയായിട്ട് മാത്രമല്ല കാണുന്നത്, ബഹുമത വിശ്വാസികളായിട്ടും ഇവിടെ ശിവനെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഏകനും അനേകനുമായുള്ള ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാം അങ്ങാണ്, അല്ലയോ ഭഗവാൻ ശിവൻ്റെ പാദങ്ങളാണ്. ഇതാണ് മാണിക്യവാചകസ്വാമി തിരുവാചകത്തിൻ്റെ ആരംഭത്തിൽ ആ പാദങ്ങളെ നമസ്കരിച്ചുകൊണ്ട്, ശിവപാദങ്ങളെ നമസ്കരിച്ചുകൊണ്ട് നമ്മളോട് പറയുന്നത്. അപ്പം ശിവപാദങ്ങളും ശക്തിപാദങ്ങളും വിഷ്ണുപാദങ്ങളും ബ്രഹ്മപാദങ്ങളും എല്ലാം തന്നെ ഒന്ന് തന്നെയാണ്. അതെല്ലാം ഏകനേകനായ പാദങ്ങളാണ്. ഏകൻ്റെ പാദങ്ങൾ അനേകം ദേവദേവന്മാരുടെ പാദങ്ങളായി, ഈശ്വരന്മാരുടെ പാദങ്ങളായി ഞാനിതാ വന്ദിക്കുന്നു. അപ്പോൾ ഏകദൈവത്തെയും ബഹുദൈവങ്ങളെയും ഞാനിതാ ആരാധിക്കുന്നു. എല്ലാം ഏകമേവം അദ്വിതീയം, എല്ലാം ഒന്നായ അവസ്ഥ, എല്ലാം പലതായ അവസ്ഥ. ഏകത്വത്തിൽ നാനാത്വം, നാനാത്വത്തിൽ ഏകത്വം. ഇതാണ് ഭാരതീയ ദർശനത്തിൻ്റെ കാതൽ. അതാണ് ഇവിടെ മാണിക്യവാചകസ്വാമി തിരുവാചകത്തിലൂടെ ഏകൻ അനേകൻ എന്ന പദപ്രയോഗത്തിലൂടെ നമ്മുടെ മുമ്പിൽ വിവരിച്ചു തരുന്ന ഒരു വിസ്തൃത ഭാരത ദർശന ദൃശ്യം. ഓം ശിവായ നമഃ.